2026 സ്വർണം പവന് 1,25,000 മുകളിലേക്ക് എത്തി. ഒരു മാസം കൊണ്ട് വെള്ളി 53% റിട്ടേൺസ് നൽകിയത്. അലുമിനിയം ആകട്ടെ 4 വർഷത്തെ ഉയർന്ന നിരക്കിലേക്ക് എത്തി. നിങ്ങൾക്ക് അവസരം നഷ്ടമായോ? അതോ ഇതൊരു തുടക്കം മാത്രമാണോ? ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ? ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണോ? അതോ ഒന്നും ചെയ്യാണ്ട് മിണ്ടാണ്ടിരിക്കണോ? ഇന്നത്തെ വീഡിയോയിൽ ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. 2026 ഏറ്റവും വലിയ മെറ്റൽസ് റാലി കൃത്യമായിട്ടുള്ള ഡാറ്റാസ് വെച്ച് നമ്മൾ വിശകലനം ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ? ഈ സ്വർണം, സിൽവറും അലുമിനിയത്തിനെ പറ്റിയിട്ടൊന്നും ഒരു ധാരണ ഇല്ലാത്ത ആൾക്കാർക്ക് ഈ വീഡിയോ കാണാം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാം. 2026 ജനുവരിയിൽ സ്വർണം എക്കാലത്തെയും ഉയർന്ന നിരക്കിലേക്ക് എത്തി. നിലവിൽ ഏകദേശം $5,115 വ്യാപാരം നടക്കുകയാണ് സ്വർണത്തിൻ്റെ. ഇന്ത്യയിലെ MCX സ്വർണ്ണവില 81,028 രൂപയിൽ നിന്ന് 1,67,095 രൂപയായി. അതായത് 106% റിട്ടേൺ. അതായത് ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ പണം ഇരട്ടിയാക്കാമായിരുന്നു. ഇനി വെള്ളിയിൽ എന്താണ് സംഭവിച്ചത്? ജനുവരിയിൽ 53% വെള്ളി ഉയർന്നത്. MCXൽ കിലോഗ്രാമിന് 4 ലക്ഷം ആദ്യമായിട്ട് കടന്നു. കഴിഞ്ഞ വർഷം മാത്രം വെള്ളിക്കുണ്ടായ റിട്ടേൺ 250%. അലുമിനിയം 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തി. അലുമിനിയത്തിൽ ഗോൾഡ്മാൻ സാക്സ് പ്രവചിച്ചിരിക്കുന്നത് 2026 ഫസ്റ്റ് ഹാഫിൽ $3,150 എത്തുമെന്നാണ്. ഇനി നമ്മൾക്കുള്ള $1 മില്യൺ ക്വസ്റ്റ്യൻ, ഇത് ഇങ്ങനെ തന്നെ പോവോ അതോ ഇത് പൊട്ടാൻ പോകുന്ന ഒരു ബബിളാണോ? ഇതിന് ഉത്തരം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. വാട്ട് ആർ ദ ഡ്രൈവേഴ്സ് ബിഹൈൻഡ് ദിസ് റാലി? എന്തോ ഒരു കാരണം കൊണ്ടായിരിക്കുമല്ലോ ഇത്രയും പ്രൈസ് ഉയർന്നത്. അതെന്താണ്? ആദ്യം നമുക്ക് സ്വർണത്തിനെ പറ്റി മനസ്സിലാക്കാം. ഇന്ത്യയുടെ സാമ്പത്തിക സർവേ 2026 അനുസരിച്ച് 3 കാര്യങ്ങളാണ് സ്വർണത്തിനെ ഉയർത്തുന്നത്. നമ്പർ 1, ഡോളറിന്റെ മൂല്യം കുറയുമ്പോൾ. ഡോളറിന്റെ മൂല്യം കുറയുമ്പോൾ സ്വർണ്ണ വില ഉയരും. അതെങ്ങനെയാണെന്നല്ലേ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ലോകത്ത് സ്വർണത്തിന്റെ വില നിർണ്ണയിക്കുന്നത് ഡോളറിലാണ്. ഡോളർ എന്ന് പറയുന്നതാണ് ലോകത്തിന്റെ പ്രധാന കറൻസി. ഈ ഡോളറും സ്വർണ്ണവിലയും ഒരു സീസോ പോലെയാണ്. ഒന്ന് താഴോട്ട് പോകുമ്പോൾ മറ്റൊന്ന് മുകളിലോട്ടേക്ക് വരും. അപ്പോൾ ഈ ഡോളറിന് വില കുറയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, 1 ഔൺസ് സ്വർണത്തിന്റെ വില $2,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ $2,000 കൊടുത്തു കഴിഞ്ഞാൽ 1 ഔൺസ് സ്വർണം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 2,000ന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ഇന്ത്യൻ റുപ്പീസ് എത്രയാ? 2 ലക്ഷം എന്ന് വിചാരിക്കുക തൽക്കാലത്തേക്ക്. എക്സാക്ട് എമൗണ്ട് എടുക്കണ്ട. ഫോർ എക്സാമ്പിൾ, $2,000 എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 ലക്ഷം ഇന്ത്യൻ രൂപ കൊടുത്താലാണ് നിങ്ങൾക്ക് 1 ഔൺസ് സ്വർണം കിട്ടുക. ഡോളറിന് മൂല്യം കുറയുന്നു. ഡോളറിന് മൂല്യം കുറയുന്ന സമയത്ത് ഇന്ത്യൻ രൂപക്ക് എന്ത് സംഭവിക്കും? നേരത്തെ 2 ലക്ഷം രൂപ കൊടുത്താലാണ് $2,000 കിട്ടുക. അപ്പോൾ ഡോളറിൻ്റെ മൂല്യം കുറയുന്ന സമയത്ത് ഈ 2 ലക്ഷത്തിന് പകരം 1,80,000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് $2,000 കിട്ടും. കാരണം ഡോളറിൻ്റെ മൂല്യം കുറഞ്ഞു. അപ്പോൾ കുറച്ച് പൈസ കൊടുത്താൽ മതി അത്രയും ഡോളർ വാങ്ങണമെന്നുണ്ടെങ്കിൽ. അതായത് ഇവിടെ ഒരു ഉദാഹരണം പോലെയാണ് 1,80,000 ഞാൻ എടുത്തത്. അതായത് ഡോളറിൻ്റെ മൂല്യം കുറയുമ്പോൾ കുറഞ്ഞ രൂപ, അതായത് 2 ലക്ഷം ആവണമെന്നില്ല, 2 ലക്ഷത്തിനേക്കാളും താഴെയുള്ള ഒരു എമൗണ്ടിനാണ് ആ ഒരു $2,000 ഈക്വലന്റ് ആവുക. ഇതിനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തത് 1,80,000. അപ്പം സ്വർണത്തിന്റെ കാര്യമോ അതേപോലെ തന്നെ. നേരത്തെ നിങ്ങൾക്ക് 2 ലക്ഷം രൂപക്ക് വാങ്ങാൻ പറ്റിയ സ്വർണം ഇപ്പോൾ 1,80,000 രൂപക്ക് വാങ്ങാൻ പറ്റി. അപ്പൊ ഈ അന്താരാഷ്ട്ര ബയേഴ്സിന് അവരുടെ രാജ്യത്തിന്റെ കുറഞ്ഞ കറൻസിയിൽ നേരത്തെ കിട്ടാവുന്ന അത്രയും സ്വർണം കിട്ടും അല്ലേ? അതേ സ്വർണം വാങ്ങാൻ കുറച്ച് പണം മതി. അപ്പൊ അവർക്ക് സ്വർണം കുറഞ്ഞ വിലക്ക് കിട്ടും. അപ്പൊ അവരെന്ത് ചെയ്യും? കൂടുതൽ സ്വർണം വാങ്ങും. അപ്പൊ കൂടുതൽ സ്വർണം വാങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കൂടുതൽ ഡിമാൻഡ് വന്നു അല്ലേ? ഡിമാൻഡ് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സ്വർണത്തിന്റെ വില കൂടും. മനസ്സിലായോ? അപ്പൊ ഓർക്കാൻ ഇത്രയേ ഉള്ളൂ. ഡോളറിന്റെ വില കുറയുന്ന സമയത്ത് സ്വർണത്തിന്റെ വില കൂടും. നാളെ ഡോളറിന്റെ ശക്തി പ്രാപിപ്പിക്കുന്ന സമയത്ത് സ്വർണത്തിന്റെ വില കുറയും. ഓക്കെ, ഇത് മനസ്സിലായി. ഇനി രണ്ടാമത്തെ കാര്യം, ഇൻഫ്ലേഷൻ ഇൻട്രസ്റ്റ് റേറ്റിനെ മറികടക്കുന്ന സമയത്ത് സ്വർണത്തിന്റെ വില കൂടും. അതെങ്ങനെയെന്നല്ലേ? ബോറടിക്കുന്നുണ്ടോ? നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുന്നില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇത് മനസ്സിലാക്കണം. ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഫ്ലേഷനെക്കാട്ടിയും കുറയുന്ന സമയത്ത് എങ്ങനെയാണ് സ്വർണത്തിന്റെ വില കൂടുക? ഐ വിൽ ഗിവ് യു എ സിമ്പിൾ എക്സ്പ്ലനേഷൻ. അപ്പോൾ എന്താണ് ഇൻട്രസ്റ്റ്? പലിശ അല്ലേ? പലിശ നിരക്ക്. അപ്പോൾ നിങ്ങൾ ബാങ്കിൽ പൈസ ഇടുന്നു, ബാങ്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരുന്നു. എന്താണ് ഇൻഫ്ലേഷൻ? സാധനങ്ങളുടെ വില കൂടുന്നു അല്ലേ? അപ്പൊ ഇന്ന് 100 രൂപക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനം അടുത്ത കൊല്ലം 100 രൂപക്ക് കിട്ടണമെന്നില്ല. ചിലപ്പോൾ 107 രൂപക്ക് അത് വാങ്ങേണ്ടി വരും. ഇൻഫ്ലേഷൻ അപ്പോൾ അവിടെ എത്രയാണ്? 7%. ഫോർ എക്സാമ്പിൾ, ബാങ്ക് തരുന്ന പലിശ 5% ആണെന്ന് വിചാരിക്കുക. ഇൻഫ്ലേഷൻ റേറ്റ് 7% എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ 1 ലക്ഷം രൂപ ബാങ്കിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് 5% ഇൻട്രസ്റ്റ് കിട്ടും അടുത്ത വർഷം, നെക്സ്റ്റ് ഇയർ.
പക്ഷേ ഇൻഫ്ലേഷൻ 7%. അതായത് 1 ലക്ഷം രൂപയുടെ മൂല്യം കുറഞ്ഞു, പർച്ചേസിങ് പവർ ഓഫ് ദാറ്റ് മണി കുറഞ്ഞു അല്ലേ. 1 ലക്ഷത്തിന് വാങ്ങാൻ കിട്ടില്ല. അടുത്ത വർഷം അതേ 1 ലക്ഷത്തിന്റെ സാധനം 1,07,000 രൂപയ്ക്ക് ഈക്വലന്റ് ആയി. അപ്പൊ നിങ്ങളെടുത്ത് 1 ലക്ഷം രൂപയുണ്ട്, ഒരു സാധനം വാങ്ങാനുണ്ട്, നിങ്ങൾ അതും വിചാരിച്ചിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് 1 ലക്ഷം രൂപ ഇട്ടു. അടുത്ത കൊല്ലം ആ സാധനം വാങ്ങാൻ 1,07,000 രൂപ വേണം. പക്ഷെ ബാങ്ക് തരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാ? 5%. അപ്പൊ ഒരു വർഷം ബാങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാ? 1,05,000 രൂപ. പക്ഷെ നിങ്ങൾക്ക് 1,07,000 രൂപ വേണം, എന്നാലേ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ അവിടെ നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഇൻഫ്ലേഷൻ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റിനെക്കാളും കൂടി. ഈ കേസിൽ യഥാർത്ഥത്തിലുള്ള റിട്ടേൺ എന്ന് പറയുന്നത് 5 - 7, അതായത് -2% ആണ്. അതായത് നിങ്ങൾക്ക് ശരിക്കും FD ഇടുമ്പോൾ മൂല്യം കുറയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് -2% ആണ് റിട്ടേൺ ഇൻഫ്ലേഷൻ കണക്കാക്കുമ്പോൾ. മനസ്സിലായോ? നിങ്ങളുടെ പണത്തിന്റെ മൂല്യം കുറഞ്ഞു. അപ്പൊ ആളുകൾ എന്താ ചെയ്യുക? നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന പോലെ തന്നെ, അല്ല ഇങ്ങനെ പണത്തിന്റെ മൂല്യം കുറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ വെറുതെ കഷ്ടപ്പെട്ട് ബാങ്കിൽ പോയി FD ഇടുന്നത്? ഇൻഫ്ലേഷൻ കാരണം മൂല്യം കുറയാത്ത ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസ്സിൽ പോയി എനിക്ക് ഇൻവെസ്റ്റ് ചെയ്തൂടെ? പണത്തിന്റെ പർച്ചേസിംഗ് പവർ കാക്കുന്ന ഒരു അസറ്റ്. അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ്? ഗോൾഡ് അല്ലേ? ഇപ്പോൾ ഗോൾഡിനാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ബാങ്ക് FDനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് എനിക്കത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഫ്ലേഷനെക്കാളും കുറയുന്ന സമയത്ത് ഗോൾഡിൻ്റെ മൂല്യം കൂടും. ഇപ്പോൾ അതല്ലേ സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മളുടെ പലിശ വളരെ കുറവല്ലേ, ഇൻഫ്ലേഷൻ റേറ്റ് വളരെ കൂടുതലല്ലേ, അപ്പോൾ ഡെഫിനറ്റ്ലി ഗോൾഡിൻ്റെ വില കൂടും. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ സ്വർണം വാങ്ങും അല്ലേ, സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കും, ഡിമാൻഡ് കൂടും, ദെൻ ഡെഫിനറ്റ്ലി പ്രൈസ് കൂടും. അത് മനസ്സിലായി. ഇനി മൂന്നാമത്തെ കാര്യം, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരുമ്പോൾ ഇത് റിലേറ്റഡ് ടു നമ്മളുടെ മനുഷ്യരുടെ മനോഭാവമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ എന്തൊക്കെയാവാം? യുദ്ധങ്ങളാവാം അല്ലേ, രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് വാർസ് ആവാം. എന്താണ് ട്രേഡ് വാർ? പല രാജ്യങ്ങളും പല സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതിന് ചിലപ്പോൾ റോ മെറ്റീരിയൽസ് ഒക്കെ വേറെ രാജ്യത്തു നിന്നായിരിക്കും ഇമ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇന്ത്യ പല സാധനങ്ങൾ പല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ പല രാജ്യങ്ങളിൽ നിന്ന് പല സാധനങ്ങൾ ഇന്ത്യ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു രാജ്യം പറയുകയാണെങ്കിൽ ഞാൻ തരൂലടാന്ന് എനിക്ക് എൻ്റെ സാധനങ്ങൾ. അപ്പോൾ നമ്മളുടെ ഇവിടെ പ്രശ്നങ്ങൾ വരില്ല, നമ്മുടെ പ്രൊഡക്ഷനിൽ അത് ബാധിക്കും. അതുപോലെ ഇന്ത്യ പറയുകയാണെങ്കിൽ ഞാനും തരൂല. ബട്ട് ഈ ട്രംപിന്റെ താരിഫ് ഇഷ്യൂ ഒക്കെ കൈൻഡ് ഓഫ് ട്രേഡ് വാർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ രാജ്യങ്ങൾ തമ്മിൽ തർക്കങ്ങൾ വരാം, എന്തെങ്കിലും തർക്കങ്ങൾ വരാം. ഒരു അടി ഉണ്ടാക്കാനാണോ കാരണങ്ങൾ? 100 കാരണങ്ങൾ കാണും. അതുപോലെ തന്നെ സർക്കാരിന്റെ പെട്ടെന്നുള്ള നിയമമാറ്റങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും? സ്റ്റോക്ക് മാർക്കറ്റിന് ഇത് ബാധിക്കും. സ്റ്റോക്ക് മാർക്കറ്റിന് സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും, കറൻസികളെ വിശ്വസിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ആളുകൾക്ക് എന്ത് സംഭവിക്കും? ഭയം തോന്നും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നിക്ഷേപകർ എന്ത് ചെയ്യും? അവർക്ക് ലാഭമല്ല ഈ ഒരു സമയത്ത് ഇമ്പോർട്ടൻ്റ്, അവർക്ക് വേണ്ടത് സുരക്ഷയാണ്, അത് സ്റ്റെബിലിറ്റിയാണ്. അതേപോലെ ഏത് സർക്കാർ വന്നാലും മൂല്യം നഷ്ടപ്പെടാത്ത ഒരു സാധനം, ഒരു അസറ്റ്, അതാണ് അവർക്ക് വേണ്ടത്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? സ്വർണം. കമ്പനി റിസ്ക് ഉണ്ടോ? രാജ്യം തമ്മിൽ തർക്കമായി കഴിഞ്ഞാൽ റിസ്ക് ഉണ്ടോ? ഡീഫോൾട്ട് റിസ്ക് ഉണ്ടോ? ഒന്നുമില്ല. ഈ സമയത്ത് സ്വർണ്ണം ഇപ്പം എൻ്റെ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ സ്വർണം പറയും, ഞാൻ എത്ര യുദ്ധങ്ങൾ കണ്ടതാ, എത്ര കറൻസി വീഴ്ചകൾ കണ്ടതാ, എത്ര സർക്കാർ മാറ്റങ്ങൾ ഞാൻ കണ്ടതാ, എന്നിട്ട് ഞാൻ എന്താ ഇങ്ങനെ പന പോലെ നിൽക്കല്ലേ. അപ്പം ഇങ്ങനത്തെ സമയത്ത് ആൾക്കാർ സ്വർണ്ണത്തിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ സ്വർണ്ണത്തിന് ഡിമാൻഡ് കൂടും, സ്വർണ്ണത്തിൻ്റെ വില കൂടും. ഇതൊക്കെ കൊണ്ടാണ് സ്വർണ്ണത്തിനെ ഒരു സേഫ് ഹെവൻ അസറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് എല്ലാ ഇൻവെസ്റ്റേഴ്സും പല ഫിനാൻഷ്യൽ സെൽഫ് ഹെൽപ്പ് ബുക്സും നമ്മുടെ പോർട്ട്ഫോളിയോയുടെ കുറച്ച് ശതമാനം സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ്. ഓക്കെ, ഇനി നാളെ സ്വർണ്ണത്തിൻ്റെ വില താഴോട്ട് പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് റീസൺസ് വരിക? ഡോളറിൻ്റെ വില കുറയുമ്പോൾ, ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഫ്ലേഷനേക്കാളും കൂടുമ്പോൾ സ്വർണ്ണത്തിൻ്റെ വില കുറയും. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തും സ്വർണ്ണത്തിൻ്റെ വില കുറയും. ഇപ്പം സ്വർണ്ണത്തിൻ്റെ വില വളരെ കൂടിയിട്ടുള്ളത്, ഏത് നിമിഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും, ആ സമയത്ത് സ്വർണ്ണത്തിൻ്റെ വില കുറയും. ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റലി സ്വർണ്ണത്തിൻ്റെ വില കൂടാനും കുറയാനുള്ള ബാക്കിൽ നടക്കുന്ന കാര്യം ഇതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് മെറ്റലിലേക്ക് വരാം, സിൽവർ, വെള്ളി. വെള്ളിയിൽ എന്തുകൊണ്ടാണ് വില കൂടുന്നതും കുറയുന്നതും? വെള്ളി എന്ന് പറയുന്നത് സ്വർണ്ണത്തിനെ പോലെയല്ല. വെള്ളി തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മെറ്റലാണ്. അത് സ്വർണം പോലെ, എക്സാക്ട്ലി സ്വർണം പോലെ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ 2 മുഖങ്ങളുണ്ട് വെള്ളിക്ക്. ഒന്ന് സ്വർണത്തിനെ പോലെ നമുക്കൊരു മെറ്റലായിട്ട് കൺസിഡർ ചെയ്യാം, അതായത് ഒരു ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം ഇൻഡസ്ട്രിയൽ ഡിമാൻഡാണ്. അതായത് വെള്ളീൻ്റെ ഡിമാൻഡ് 55 to 60% ഡിമാൻഡ് വരുന്നത് ഇൻഡസ്ട്രീസ് നിന്നാണ്, അതായത് വ്യവസായത്തിൽ നിന്നാണ്. എന്തൊക്കെയാണ്? സോളാർ പാനലുകൾ, ഡാറ്റാ സെൻറ്ററുകൾ, പിന്നെന്താ ഇലക്ട്രിക് വെഹിക്കിൾസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 5 വർഷത്തേക്ക് 117 മില്യൺ ഔൺസ് വെള്ളി കമ്മി ആണെന്നാണ് പറയുന്നത്. അതായത് അത്രയും ഡിമാൻഡ് വരാനുണ്ട്. ഡിമാൻഡ് ഇങ്ങനെ ഉണ്ട്, പക്ഷേ വെള്ളീൻ്റെ സപ്ലൈ വളരെ കുറവാണ്. മാത്രമല്ല വെള്ളീൻ്റെ വിപണിയാണെങ്കിൽ സ്വർണ്ണത്തിനെക്കാട്ടിയും കുറവാണ്. അതിൻ്റെ അർത്ഥം പണം ഇങ്ങോട്ട് ഒഴുകുന്ന സമയത്ത് വെള്ളീൻ്റെ വില അങ്ങോട്ട് ഉയരും. അതാണ് നമ്മൾ കാണുന്നത്. ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സപ്ലൈക്ക്.
പിന്നെ വെള്ളിൻ്റെ ആവശ്യം അത്ര ഉള്ളത് കൊണ്ട് ഇൻഡസ്ട്രീസ് എത്ര വില കൊടുത്താണെങ്കിലും അത് വാങ്ങും, അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരിക്കലും വെള്ളി സ്വർണത്തിന് പകരക്കാരനാവില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്വർണ്ണം ഞാൻ പറഞ്ഞത് സ്വർണ്ണം ഒരു സേഫ് ഹേവൻ അസറ്റാണ്. സ്വർണ്ണം ഈ ഇക്വിറ്റി ആയിട്ട് റിലേറ്റഡ് അല്ല, സ്റ്റോക്ക് മാർക്കറ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല സ്വർണ്ണം. സ്റ്റോക്ക് മാർക്കറ്റ് അതുകൊണ്ടാണ് സ്വർണ്ണത്തിൽ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യാൻ ഇടുന്നത്. ഓക്കെ, പക്ഷേ വെള്ളി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, വെള്ളീൻ്റെ ഏറ്റവും വലിയ ഡിമാൻഡ് വരുന്ന ഇൻഡസ്ട്രീസ് എന്നാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ ആ ഇൻഡസ്ട്രീസും താഴോട്ട് പോകില്ലേ? ഇൻഡസ്ട്രീസ് താഴോട്ട് പോകുന്ന സമയത്ത് അവർക്ക് ആ സമയത്ത് വെള്ളീൻ്റെ ആവശ്യം വരില്ല. ഓക്കെ, അപ്പം ചില ഇൻഡസ്ട്രീസ് താഴോട്ട് പോകുന്ന സമയത്ത് വെള്ളീൻ്റെ ഡിമാൻഡ് കുറയുന്ന സമയത്ത് ഒബ്വിയസ്ലി വെള്ളീൻ്റെ പൈസ കുറയും. അപ്പം ഒരിക്കലും സ്വർണത്തിന് പകരക്കാരനായിട്ട് നമുക്ക് സിൽവറിനെ വെക്കാൻ പറ്റില്ല. ബട്ട് സിൽവർ സ്വർണത്തിനേക്കാളും വളരെ എന്താ പറയുക വോളറ്റിലിറ്റി കൂടിയ ഒരു കാര്യമാണ്. അപ്പോൾ ലാഭം തരുമ്പോൾ സ്വർണത്തിനേക്കാളും തരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ താഴോട്ട് പോകുന്ന സമയത്ത് സ്വർണത്തിനേക്കാളും താഴോട്ടേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അതാണ് സിൽവറിലുള്ള ഒരു റിസ്ക്. സിൽവർ ഒരു സെപ്പറേറ്റ് അസറ്റ് ക്ലാസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഗോൾഡ് ഒഴിവാക്കി സിൽവറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ അതിലൊരു ലോജിക്ക് കാണുന്നില്ല. ഇനി അലുമിനിയം എടുക്കാം. അലുമിനിയത്തിന്റെ പ്രശ്നം ഇതാണ്, അതായത് ഡിമാൻഡ് ഒരുപാടുണ്ട് പക്ഷെ സപ്ലൈ ഇല്ല, സപ്ലൈ കുറവാണ്. അതുകൊണ്ടാണ് അലുമിനിയത്തിന്റെ വില വരാനുള്ള കാരണം. അതായത് ഒന്നാമത് ആഗോള ഇൻവെന്ററികൾ വളരെ കുറവാണ്. അലുമിനിയം മൊത്തത്തിൽ സംഭരിച്ചിട്ടുള്ള ആ ഒരു അളവ് കുറവാണ്. അപ്പം വാങ്ങുന്ന ആൾക്കാർ എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും ഇത് വാങ്ങും, ഇത് കുറവാണല്ലോ. മാത്രമല്ല ഈ അലുമിനിയം ഉൽപ്പാദനത്തിന് ഒരു ക്യാപ്പ് ഒക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് ക്യാപ്പ് വെക്കുന്നത്? അതായത് ഇത്ര അലുമിനിയത്തിൽ കൂടുതൽ നമ്മൾ ഉണ്ടാക്കൂല എന്നൊക്കെ പല രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അലുമിനിയം ഉണ്ടാക്കുന്ന സമയത്ത് ഫാക്ടറീസിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് എനർജി യൂസ് ചെയ്യും. അതുപോലെ പരിസ്ഥിതി ലക്ഷ്യങ്ങളുണ്ട്, കുറെ കൺസ്ട്രെയിൻസ് ഉണ്ട്, പല നിയമങ്ങൾ ഫോളോ ചെയ്യണം. ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിലേക്ക് ഇതിന്റെ ബൈ പ്രൊഡക്ട്സ് വരാം. പിന്നെ അത്രയും ഊർജ്ജം എടുക്കുന്നു, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതൊക്കെ എൻവയോൺമെന്റിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ പല സ്റ്റാൻഡേർഡ്സ് ഒക്കെ കീപ്പ് ചെയ്തിട്ടാണ് അലുമിനിയം ഉണ്ടാക്കേണ്ടത്. അപ്പം പ്രൊഡക്ഷൻ ക്യാപ്പ് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ കുറവാണെങ്കിൽ പൈസ കൂടും. അതുപോലെ തന്നെ ഈ വലിയ വലിയ ഫാക്ടറീസ്, സ്മെൽറ്റേഴ്സ് എന്നല്ലേ പറയാ, ഈ എന്താണ് റോ മെറ്റീരിയൽസ് നിന്ന് മെറ്റൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടറീസ്, അവിടെയൊക്കെ സ്ഥിരമായിട്ട് വൈദ്യുതി വേണം, അത് വലിയ തോതിൽ വേണം. അപ്പോൾ അങ്ങനത്തെയൊക്കെ എന്താണ് റിക്വയർമെന്റ്സ് കിട്ടാനൊക്കെ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് കൂടുതൽ സ്മെൽറ്റേഴ്സ് വരുന്നില്ല. അപ്പോൾ ഇതെല്ലാം നോക്കുന്ന സമയത്ത് അലുമിനിയത്തിന്റെ വിതരണം കൂട്ടാനുള്ള സാഹചര്യങ്ങൾ കുറയുന്നു. പക്ഷെ നമ്മൾക്ക് ഒരുപാട് ഡിമാൻഡ് ഉണ്ട്, അതുകൊണ്ട് അലുമിനിയത്തിന്റെ വില കൂടും. ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ കുറവാണെങ്കിൽ വില കൂടും. ഇനി ഈ വിലകളൊക്കെ എവിടേക്ക് പോവും എന്നത് നമ്മൾക്ക് ചില പ്രവചനങ്ങളിൽ നിന്ന് നോക്കാം. അതായത് ഗോൾഡ്മാൻ സാക്സ് ഒക്കെ സ്വർണത്തിന്റെ വില ഇനിയും കൂടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. JP മോർഗൻ സ്വർണത്തിന്റെ വില ഔൺസിന് ശരാശരി 4500 മുതൽ 5000 വരെ നിൽക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. സാധ്യതയുള്ള പീക്ക് ഔൺസിന് 5200 മുതൽ 5300 വരെയാണ് അവർ പറഞ്ഞത്. Q4 2026 ആവറേജ് $5055 ആണ്. പല അനലിസ്റ്റുകളും ഈ ഇൻഫ്ലേഷൻ സ്ഥിരമായിട്ട് കൂടുന്നതുകൊണ്ട് സ്വർണത്തിന്റെ വില കൂടുമെന്നാണ് പറയുന്നത്. വെള്ളിയുടെ പ്രവചനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ മാക്രോ സ്ട്രാറ്റജിസ്റ്റുകൾ, അതായത് ഈ റോബർട്ട് കിയോസാക്കി, ടോം റാഷ, ഇവരൊക്കെ വെള്ളിന്റെ വില ഔൺസിന് $200 അതുപോലെ തന്നെ $300 ഒക്കെ മുകളിൽ പോകുന്നതാണ് പറയുന്നത്. എന്നാൽ ബാങ്ക് ഓഫ് അമേരിക്ക, JP മോർഗൻ ഒക്കെ ശരാശരി $55 to $70 വരെ ആണെന്നാണ് പറയുന്നത്. അതേപോലെ അലുമിനിയം പ്രവചനങ്ങൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ്മാൻ സാക്സ് പറയുന്നത് 2026 ടണ്ണിന് 3150 ആവറേജിലെത്തും. എന്നാൽ 2027 ആകുമ്പോഴത്തേക്കും അത് $2400 ആയിട്ട് കുറയുമെന്നാണ്. കാരണം അവർ പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ സപ്ലൈ ഡിമാൻഡിനെ പിന്തുടരും എന്നാണ്. അതായത് ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈയും കൂടിക്കഴിഞ്ഞാൽ വില കുറയും. ഓക്കെ, അപ്പോൾ അലുമിനിയം സപ്ലൈ കൂട്ടിക്കഴിഞ്ഞാൽ വില കുറയും. അത് സിൽവറിനും സംഭവിക്കാം. ഇനി നിങ്ങൾ കാത്തിരുന്ന ഭാഗത്തിലേക്ക് വരാം. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നിൻ്റെയും കൊടുമുടി നമ്മൾ അളക്കാൻ പോകരുത്. ഓക്കെ, അത് നമ്മളെ കൊണ്ടാവില്ല. ഇപ്പോൾ ഒരാൾ സ്വർണ്ണത്തിലോ സിൽവറിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തത് എനിക്ക് ഇത്രയും % റിട്ടേൺസ് കിട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫോമോ അല്ല വരേണ്ടത്. കാരണം ആ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് തന്നെ അറിയുന്നുണ്ടായിട്ടുണ്ടാവില്ല ഇത്രയും റിട്ടേൺസ് എനിക്ക് കിട്ടുന്നു, അല്ലേ? നമ്മൾക്ക് പല സ്റ്റോക്സും ഇങ്ങനെ ഗോൾഡോ സിൽവറൊക്കെ നമുക്ക് നല്ല റിട്ടേൺസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇടുന്ന സമയത്ത് നമുക്ക് അറിയുന്നുണ്ടായിരുന്നു ഇത്രയും റിട്ടേൺസ് തരുന്നുണ്ടെന്ന്. ഒരാൾക്കും അറിയുന്നുണ്ടായിട്ടുണ്ടാവില്ല. അത് കിട്ടുമ്പോൾ എല്ലാവർക്കും വന്ന് ഇങ്ങനെ ഷോ കാണിക്കാൻ നല്ല രസമാണ്. ഇത് കാണുമ്പോൾ നമ്മൾ അയ്യോ ഇതെന്താ എനിക്കില്ല അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഓക്കെ, അത് ഇടുമ്പോൾ ആർക്കും അറിയുന്നുണ്ടായിട്ടുണ്ടാവില്ല ഇത്രയൊക്കെ റിട്ടേൺസ് കിട്ടും എന്നുള്ളത്. അപ്പോൾ ആസ് എൻ ഇൻവെസ്റ്റർ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് പല ഓപ്പർച്യൂണിറ്റീസും നമ്മൾ പിക്ക് ചെയ്യാം. ഓക്കെ, അവിടെയൊക്കെ പോയി നിൽക്കുക. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി വരാണ്ട്, അവിടെ പോയി നിൽക്കുക, അവിടെ നിൽക്കുക. ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് നമ്മൾക്ക് നേട്ടം തരും. അപ്പോൾ എല്ലാ സാധ്യതകളും മനസ്സിലാക്കി സ്ഥലം പിടിക്കണം. അപ്പോൾ ഏതാണ് നമ്മളെ പൊക്കിക്കൊണ്ടുപോകുന്നത് നമുക്കറിയില്ല, പക്ഷെ നമ്മൾ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി അവിടെ പോയി നിന്നാൽ മതി. ഇനി വെള്ളിയിലേക്ക് വരുവാണെങ്കിൽ ഓൾറെഡി വെള്ളി വലിയൊരു വിലയിലാണുള്ളത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു തിരുത്തൽ സംഭവിക്കാം. അതുകൊണ്ട് ഒരിക്കലും ഫോം ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾക്ക് വെള്ളിയിലും സ്വർണ്ണത്തിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്താണ്?
ഗോൾഡ് ETF ഉണ്ട്, സിൽവർ ETFs ഉണ്ട്, അല്ലെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, സിൽവർ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ഇനി അലുമിനിയത്തിലേക്ക് വരുവാണെങ്കിൽ അലുമിനിയത്തിന് ETFs ഒന്നുമില്ല. അലുമിനിയത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അലുമിനിയം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ആ ഇൻഡസ്ട്രീസിലുള്ള സ്റ്റോക്സ് ഉണ്ട്. അപ്പോൾ യൂഷ്വലി അലുമിനിയത്തിന്റെ വില ഉയരുന്ന സമയത്ത് നമുക്ക് കാണാം ഈ കമ്പനീസിന്റെ സ്റ്റോക്ക് പ്രൈസും കൂടും. തമ്പ് റൂള് പോലെ നമ്മൾ വെക്കേണ്ട ഒരു കാര്യം, കൺസർവേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അവരുടെ പോർട്ട്ഫോളിയോന്റെ 10 to 15% മാത്രം മെറ്റൽസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സ്വർണ്ണം വെള്ളി മിക്സ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം. സ്വർണ്ണത്തിന് കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുക്കാം. കുറച്ചും കൂടി റിസ്ക് എടുക്കാൻ ആഗ്രഹമുള്ള ഇൻവെസ്റ്റേഴ്സിന് അവരുടെ പോർട്ട്ഫോളിയോന്റെ 15 to 20% മെറ്റൽസിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾ 10% അയാളുടെ പോർട്ട്ഫോളിയോ 10% മെറ്റൽസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. മാക്സിമം സ്വർണ്ണത്തിന് പ്രയോറിറ്റി കൊടുക്കുക. കൂടുതൽ സ്വർണ്ണത്തിന് പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സ്ഥിരതയുണ്ട്. കുറച്ചുകൂടി തെളിയിക്കപ്പെട്ട ഒരു സുരക്ഷിത താവളമാണ് സ്വർണ്ണം. വെള്ളി എടുക്കുകയാണെങ്കിൽ ഉയർന്ന വളർച്ചാ സാധ്യതയുണ്ട്, പക്ഷേ കൂടുതൽ വോളറ്റിലിറ്റി ഉണ്ട് അവിടെ. ഇതൊരു സാമ്പത്തിക ഉപദേശമല്ല, വിദഗ്ധർ ഇതാണ് ശുപാർശ ചെയ്യുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കൂടി ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് പറയാം. പക്ഷേ നമ്മൾ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റിസ്കുകളുണ്ട്. ഏത് ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അതിന്റെ റിസ്ക് മനസ്സിലാക്കണം. റിസ്ക് മനസ്സിലാക്കിയിട്ടേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോഴേ നമ്മൾക്ക് ഇപ്പോൾ ഒരു സാധനം താഴോട്ട് പോകുന്ന അല്ലെങ്കിൽ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇത് വിൽക്കണോ അല്ലെങ്കിൽ ഇത് വാങ്ങണോ ആ ഒരു കൺഫ്യൂഷൻ മാറണമെന്നുണ്ടെങ്കിൽ റിസ്ക് മനസ്സിലാക്കണം. അപ്പം ഞാൻ ഇതിന്റെ റിസ്ക് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളോട് ചെയ്യുന്ന ഒരു ദ്രോഹം പോലെയാണ്. ഇപ്പോൾ ഒരാൾ എന്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ആ ഇതിന്റെ പുറകിലെ റിസ്ക്കും കൂടി ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്പർ 1 റിസ്ക് എന്ന് പറയുന്നത് സാമ്പത്തിക മാന്ദ്യം. അതായത് ആഗോള തലത്തിൽ സമ്പദ് വ്യവസ്ഥ താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് വെള്ളി എന്ത് അലുമിനിയം ഇൻഡസ്ട്രീസ് ഒക്കെ താഴോട്ടല്ലേ, സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് പോയില്ലേ, ഇൻഡസ്ട്രീസ് താഴോട്ട് പോയില്ലേ, പിന്നെ എന്ത് ഡിമാൻഡ്. അപ്പോൾ സാമ്പത്തിക മാന്ദ്യം വരുന്ന സമയത്ത് സിൽവറിൻ്റെയും അലുമിനിയത്തിൻ്റെയും വില കുറയും, താഴോട്ട് പോകുന്നത്. പക്ഷേ അവിടെ സ്വർണം നിങ്ങൾക്ക് സേഫ് ആയിട്ട് സ്വർണത്തിൽ നിൽക്കാം. മറ്റേ രണ്ടെണ്ണം നിങ്ങൾക്ക് നല്ല പണി തരും. ഇതൊരു റിസ്ക്കാണ്. ഇനി രണ്ടാമത്തത്, ഇതെല്ലാം ഇപ്പോൾ ഏറ്റവും ടോപ്പിലാണുള്ളത്. ഓക്കെ, വില എപ്പോൾ വേണമെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിക്കാം. അപ്പോൾ വില കുറയും. വില കുറയുമ്പോൾ ആൾക്കാർ പാനിക്കായിട്ട് സെല് ചെയ്ത് പിന്നെയും വില കുറയും. അപ്പം അങ്ങനെ ഒരു റിസ്ക്കും ഇപ്പോൾ ഉണ്ട്. ഇനി മൂന്നാമത്തെ റിസ്ക് സപ്ലൈ പിടിച്ചെടുക്കുമ്പോൾ, അതായത് ഡിമാൻഡ് ഉണ്ട്, ഇപ്പോൾ സപ്ലൈ കുറവല്ലേ, നാളെ ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈയും കൂടി കഴിഞ്ഞാൽ പിന്നെ സിൽവറിൻ്റെ അലുമിനിയത്തിൻ്റെ വില ഇങ്ങനെ കൂടൊന്നുമില്ല, ഒരു സ്റ്റേബിൾ ഇതിലെത്തും. അതുപോലെ തന്നെ ഇപ്പം ഓരോ ഇൻഡസ്ട്രീസിനും അത്രയും ഡിമാൻഡ് ഉണ്ട്, അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെന്നല്ലേ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസിന് ഇത് വേണം, സോളാർ മൊഡ്യൂൾസ് ഉണ്ടാക്കാൻ ഇത് വേണം. പക്ഷെ ആ ഇൻഡസ്ട്രീസ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയും സ്പീഡിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലോ, അത് വളരെ മെല്ലെയാണ് കാര്യങ്ങൾ നീക്കുന്നതെങ്കിൽ ഇതിന്റെ വില അതിനനുസരിച്ച് കൂടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനം, ഈ ഇൻഡസ്ട്രീസിന്റെ പ്രൊഡക്റ്റ്, വാട്ട് എവർ പ്രൊഡക്റ്റ് ദേ ആർ മേക്കിംഗ്, ഓട്ടോമോട്ടീവ് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഡാറ്റാ സെന്ററിന്റെ ഇതായിക്കോട്ടെ, അതിൻ്റെയൊക്കെ ഇത് സ്ലോ ആവുമ്പോൾ, വീക്ക് ആവുമ്പോൾ ഇതിൻ്റെ വില അങ്ങനെ കൂടുതൽ കുറയും. അതുപോലെ തന്നെ ഈ വ്യാപാര യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പ്രൊഡക്ഷൻ നടക്കുന്നില്ല, സാധനങ്ങൾ വരുന്നില്ല, റോ മെറ്റീരിയൽസ് വരുന്നില്ല, അല്ലെങ്കിൽ ഇടുന്ന ഒരു സാധനം പോകുന്നില്ല. അപ്പം എന്ത് സംഭവിക്കും? പ്രൊഡക്ഷൻ നടക്കുന്നില്ല, പിന്നെ എന്തിനു വേണം വെള്ളി അലുമിനിയം? അപ്പോഴും വില കുറയും. ഇവിടെ വേറൊരു പോയിന്റ് ഉണ്ട്, അതായത് പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട്, ഒരു എന്താണ് രാജ്യം തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും വന്നു, പക്ഷെ ഇവിടെ എന്താണ് ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് എന്ത് സംഭവിക്കും? സപ്ലൈ ചെയിനിൽ പ്രശ്നങ്ങൾ വരും അല്ലേ? സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കെല്ലാം പോകുന്ന സാധനങ്ങളുടെ ഒരു വഴി, ആ വഴിയിൽ ഒരു ഡിസ്ട്രപ്ഷൻ വരുന്ന സമയത്ത് ഡിമാൻഡ് ഉണ്ട്, പക്ഷെ അപ്പോൾ ഡിസ്ട്രപ്ഷൻ വരുമ്പോൾ സപ്ലൈ കുറഞ്ഞു, അപ്പോൾ പൈസ കൂടാം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ ഡിമാൻഡ് ഉള്ളപ്പോൾ എന്തായാലും പൈസ കൂടും, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും പൈസ കൂടും. ഓക്കെ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക? സാധാരണ എന്താ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് നമ്മളൊക്കെ എന്ത് ചെയ്യും? ആൾക്കാർ വേഗം ലോൺ എടുത്തിട്ട് വീട് വാങ്ങും അല്ലേ? അപ്പം അതുപോലെ തന്നെയാണ് കമ്പനീസും പൈസ എടുത്തിട്ട് ഗ്രോ ചെയ്യും അല്ലേ? പല സാധനങ്ങൾ വാങ്ങും. അപ്പം അപ്പോഴും വില കൂടാം. ഇപ്പോൾ ഡിമാൻഡ് ഉള്ള സമയത്ത് എന്തായാലും വില കൂടും. ഇനി ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ഡാറ്റ. ഇനി ഇതിലൊക്കെ നമ്മൾ നിക്ഷേപിക്കണോ വേണ്ടയോ? സ്വർണ്ണം എടുക്കാം ഫസ്റ്റ്. സ്വർണം വളരെ അനുകൂലമായിട്ടുള്ള ഒരു അസറ്റാണ്. കേന്ദ്ര ബാങ്കുകൾ ഇപ്പോഴും വാങ്ങുന്നുണ്ട്. ഇൻഫ്ലേഷൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ലോങ് ടേമിലേക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു അസറ്റാണ്. പക്ഷെ ഇവിടെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് റേറ്റിലാണ് സ്വർണ്ണം ഉള്ളത്. ഏത് നിമിഷവും താഴോട്ടേക്ക് പോവാം, കാരണം ഒരു കറക്ഷനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് ഇനിയും ഒരു നാടകീയമായിട്ടുള്ളൊരു ഉയർച്ച കാണാൻ ഒരു ലോജിക്കലി നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മൾക്ക് സ്വർണ്ണത്തിൽ എക്സ്പോഷർ ഇല്ലെങ്കിൽ SIP ആയിട്ട് നമ്മൾക്ക് സ്വർണ്ണം വാങ്ങാം. ഒരിക്കലും ഈ ഒരു പോയിന്റിൽ പോയിട്ട് വലിയൊരു എമൗണ്ട് സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നതിന് പകരം SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ ഇതിനകം നമ്മൾക്ക് നല്ലൊരു 10 to 15% സ്വർണ്ണത്തിൽ അലോക്കേഷൻ ഉണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഈ റാലി പിന്തുടരാൻ പോവില്ല.
ഞാനൊരു തമ്പ് റൂൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇൻവെസ്റ്റ്മെന്റ് ഇത്ര പെർസെൻറ്റേജ് സ്വർണ്ണത്തിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ കീപ്പ് ചെയ്തിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആരെങ്കിലും ഒരാൾ വന്നിരുതാ ഞാൻ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു എനിക്ക് ഇത്ര പെർസെൻറ്റ് റിട്ടേൺസ് കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാടിക്കയറി തീരുമാനങ്ങൾ എടുക്കരുത്. നമ്മൾക്കുള്ളത് നമ്മൾക്ക് കിട്ടും. നമ്മൾക്ക് എന്താണോ വിധിച്ചത് അത് നമുക്ക് കിട്ടും. ഇനി വെള്ളി ഉയർന്ന റിസ്ക്, പക്ഷേ അതിനനുസരിച്ചുള്ള റിവാർഡും കിട്ടും. വെള്ളിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു റീസൺസ് പറയുകയാണെങ്കിൽ സപ്ലൈ കമ്മി ഉണ്ട്, ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ ഇല്ല. ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൂടി വരികയാണ്. ചെറിയ വിപണിയാണ്, അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രൈസ് ചേഞ്ചസ് ഉണ്ടാവാം. അപ്പോൾ ഇവിടെയും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈയിലാണ്, കറക്ഷനുള്ള സാധ്യതയുണ്ട്, ഭയങ്കര വൊളറ്റൈലാണ്. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 20% കറക്ഷൻ എങ്കിലും മുമ്പിൽ കാണണം, എന്നാലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അത്രയും സ്റ്റെബിലിറ്റി കുറവാണ് വെള്ളിക്ക്. ഓക്കെ, തകരുമ്പോൾ അങ്ങനെ തകരും. ഞാനാണെങ്കിൽ എൻ്റെ റിസ്ക് ടോളറൻസ് എനിക്ക് അത്യാവശ്യമുണ്ട്. 3 to 5 ഇയേഴ്സിലേക്ക് ഒന്നും എനിക്ക് ആ പൈസേൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ വെള്ളിയിലും SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള വലിയ എമൗണ്ടിന് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ചെറുതായിട്ട് തുടങ്ങി SIP ആയിട്ട് അങ്ങോട്ട് പോവുക. നമ്മുടെ സമ്പാദ്യം മൊത്തം എടുത്തിട്ട് ഇപ്പോൾ വെളിയിൽ വെക്കേണ്ട ടൈം അല്ല ഇത്. ഇനി അലുമിനിയത്തിൻ്റെ കേസ് വരുവാണെങ്കിൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം സപ്ലൈക്ക് പല റെസ്ട്രിക്ഷൻസും ഉണ്ട്, അതുകൊണ്ടാണ് സപ്ലൈ കുറവ്. നാളെ ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് സപ്ലൈ കുറവാണ്, ഡിമാൻഡ് ഉണ്ട്. അതായത് EV ഇൻഫ്രാസ്ട്രക്ചർ ഡിമാൻഡൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗോൾഡ്മാൻ സാക്സ് 2026 ഫസ്റ്റ് ഹാഫിൽ ബുള്ളിഷ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പ്രതികൂലമായിട്ട് വരുന്ന കാര്യങ്ങൾ 2027 ആകുമ്പോഴത്തേക്ക് ഇതിൽ മോഡറേറ്റിലെത്തുന്നതാണ് ഗോൾഡ്മാൻ സാക്സ് പറഞ്ഞത്. പിന്നെ നമ്മൾക്ക് ഇതിൽ സ്റ്റോക്സ് വഴിയേ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് മൂവ്മെന്റ് സൈക്ലിക്കൽ ആവാൻ ഉള്ള സാധ്യതയുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യത്തിന് അതേയാണ് ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊക്കെ നിക്ഷേപിക്കാം. നിങ്ങൾ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾക്ക് 3 to 5 ഇയേഴ്സ് വരെ ഒരു ടൈം ഹൊറൈസൺ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇപ്പെടുന്ന പൈസ 3-4-5 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പൈസയാണ്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പോർട്ട്ഫോളിയോൻ്റെ ഒരു 10 to 20% ആണ് മെറ്റൽസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു 20% കറക്ഷൻസ് പോർട്ട്ഫോളിയോയിൽ ഈ മെറ്റൽസിൽ കണ്ടാലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ വാങ്ങുന്നത് ഓൾ ടൈം ഹൈയിലാണ് എന്ന കൃത്യമായിട്ടുള്ള ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എല്ലാ പണവും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്, നിങ്ങൾക്ക് 1-2 വർഷത്തിനുള്ളിൽ ഈ പണത്തിന്റെ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഒട്ടും വോൾട്ടാലിറ്റി സഹിക്കാൻ പറ്റില്ല, ഫോമോ കാരണം നിക്ഷേപിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിക്ഷേപിക്കരുത്. പിന്നെ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പോയി പോർട്ട്ഫോളിയോ പരിശോധിക്കരുത്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 3-4-5 കൊല്ലം കഴിഞ്ഞ് നോക്കിയാൽ മതി. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം എന്താണെന്നറിയോ? ഒരു 6 മാസം കഴിഞ്ഞിട്ട് വെള്ളീൻ്റെ വില എത്രയാണ്, അലുമിനിയത്തിൻ്റെ വില എത്രയാണ്, ഗോൾഡിൻ്റെ വില എത്രയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഗോൾഡ്മാൻ സാക്സിനും പറയാൻ പറ്റില്ല, JP മോർഗനും പറയാൻ പറ്റില്ല, എനിക്കും പറയാൻ പറ്റില്ല, നിങ്ങൾക്കും പറയാൻ പറ്റില്ല. എന്നാൽ നമ്മൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫണ്ടമെൻ്റൽസ് ശക്തമാണ്, മുന്നോട്ടുള്ള ഈ മെറ്റൽസിൻ്റെയൊക്കെ പ്രവണതകൾ വ്യക്തമാണ്, അതുപോലെ തന്നെ റിസ്കുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മികച്ച നിക്ഷേപകരെ ഭാവി പ്രവചിക്കാൻ നിൽക്കില്ല. ഒന്നിലധികം സാഹചര്യങ്ങൾ മുമ്പിൽ കണ്ട് അവിടെ പോയി സ്ഥാനം പിടിക്കും, അതിൽ നിന്ന് പ്രയോജനം കിട്ടാൻ. അത്രയും നമ്മൾക്കും ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാം പോയിട്ട് സീറ്റ് പിടിക്കാം, ഏതെങ്കിലും ഒന്ന് നമ്മളങ്ങ് മുമ്പോട്ട് കൊണ്ടുപോയിക്കോളും. പിന്നെ എപ്പോഴും നമ്മൾ മനസ്സിനോട് നമ്മൾ പറയണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പലതും കാണും. ആൾക്കാർ വന്ന് ഇങ്ങനെ അത് ഇത്ര റിട്ടേൺസ് അങ്ങനെ എന്തൊക്കെയോ പറയും. ഒരിക്കലും ഫോമോയിൽ നിങ്ങൾ പോയി വീഴരുത്. നമ്മൾക്ക് വിളിച്ചത് എന്തോ അത് നമ്മൾ തേടി വരും. ഓക്കെ, എപ്പോഴും ആസ് എ പേഴ്സൺ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക, ഇൻറ്റേർണലി ഇമ്പ്രൂവ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പല വീഡിയോസിലായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്, എടുത്തുചാട്ടമല്ല. കാര്യങ്ങൾ മനസ്സിലാക്കുക, ചിന്തിക്കാൻ പഠിക്കുക, കുറച്ച് സമയം വെറുതെ ഇരിക്കാൻ പഠിക്കുക. അപ്പോഴാണ് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ കുറച്ച് സമയം വെറുതെ ഇരുന്നിട്ട് ആലോചിച്ചെടുത്താൽ മതി. പെട്ടെന്ന് ഒരാളെ വാക്ക് കേട്ടിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മെറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ ഇല്ലയോ താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഓർക്കുക, ഈ വീഡിയോ പ്യുവർലി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.